എന്റെ 12 വയസ്സ് പ്രായമുള്ള സമയത്ത് എന്റെ പ്രിയപ്പെട്ട പിതാവിനെ സുബഹിയോടെടുത്ത സമയത്തൊരു ശനിയാഴ്ച രാവിലെ സുബഹിക്കെടുമേറ്റിട്ട് വാഹനം വിളിച്ച് തൊട്ടടുത്ത അലിയാരു കുഞ്ഞിക്കയുടെ വണ്ടി വിളിച്ചിട്ട് എന്റെ വാപ്പയെ വണ്ടിയിലേക്ക് കയറ്റുമ്പോ തൈക്കാവുംപടിയിൽ വന്നിട്ട് എന്റെ വാപ്പയുടെ സഹോദരിയാകുന്ന സുഹറാ ബീവിയോട് ഞാൻ ഭരിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിട്ട് മൂവാറ്റുപുഴ പട്ടണത്തിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് എന്റെ വാപ്പയെ കൊണ്ടുപോയി എന്റെ വാപ്പയോടത്തതി കഠിനമായ പനിച്ചു കിടന്നിരുന്ന ഞാന് സുബ്ഹാനല്ലാഹ് ഹോസ്പിറ്റലിലെത്തിയിട്ട് ഡോക്ടറില്ല മടക്കി അടക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോ മാർഗങ്ങളൊന്നുമില്ല എന്ന് ഗവൺമെന്റ് മൂവാറ്റുപുഴ ഹോസ്പിറ്റലിൽ നിന്ന് നിർദ്ദേശം വന്നപ്പോ 12 വയസ്സുകാരനായ ഈ വിനീതന് വാപ്പാക്ക് വേണ്ടതെന്തോ അവസാന നിമിഷങ്ങളോ ചെയ്തു കൊടുക്കാനൊന്നുമില്ലല്ലോ അല്ലോ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ പോലുമില്ലാത്ത സാഹചര്യത്തില് എന്റെ ജീവിതത്തിന്റെ എന്നും താങ്ങും തണലായ എന്റെ പ്രിയപ്പെട്ട ജേട്ടൻ സയ്യിദ് സൈഫുദ്ദീൻ തങ്ങളെ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് ആ ചെറുപ്രായത്തിൽ പറയുമ്പോ എന്റെ ജേട്ടനെന്ന് വാഹനമില്ലാത്ത കാലത്ത് ബസ് കയറിയിട്ട് വന്ന് മൂവാറ്റുപുഴയില് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട പിതാവിന് ഓട്ടോറിക്ഷയിൽ ബോധമില്ലാതെ കിടക്കുന്ന പിതാവിനെ കെട്ടിയിട്ട് നെടുഞ്ചാലിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിറക്കുമ്പോ സുബ്ഹാനല്ലാഹ് മരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുത്തു എന്നെന്റെ ജേട്ടനോട് എന്റെ പ്രിയപ്പെട്ട പിതാവിനെ കുറിച്ച് സൈഫുദ്ദീൻ തങ്ങളോട് ഡോക്ടർ പറയുമ്പോ 12 വയസ്സുകാരനായ ഞാനതിന്റെ ഗൗരവം തിരിച്ചറിയാതെ നിൽക്കുമ്പോഴാണ് മുത്തുക്കോയത്തങ്ങൾ വരുന്നത്. മുത്തുക്കോയത്തങ്ങൾ വന്നിട്ട് ആ വാപ്പ കിടക്കുന്ന കട്ടിലിന്റെ ചുവട്ടിൽ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊച്ചാപ്പയതങ്ങ് ചൊല്ലിക്കൊടുക്കുമ്പോ സയ്യിദ് അലവി തങ്ങളും മാമ ഓരത്തു നിന്ന് എന്നെയും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. വാ വിളിച്ചിട്ടിങ്ങനെ നാവിട്ടിട്ടടിച്ച് കിടക്കുന്ന രംഗം എന്റെ കൺമുന്നിലുണ്ട്. സമയത്താണ് വാപ്പ നാവ് കൊണ്ട് ആദ്യം ചോദിച്ചത്, എവിടെ നാവ് കൊണ്ട് ആംഗ്യം കാണിച്ചത്? ആബിദ വിടോ, എവിടെ ശറഫ് വിടോ? നാവ് കൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞിട്ട് വലത് കൈ ഉയർത്തിയിട്ട് ആബിദിനോട് വലത്തെ കവിളിലും ശറഫിനോട് ഇടത്തെ കവിളിലും മുത്തം വെക്കാൻ പറയുമ്പോ എന്റെ കൊച്ചാപ്പ മുത്തുക്കോയത്തങ്ങള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ചൊല്ലി കൊടുക്കുന്നുണ്ട്. ഞാൻ എന്റെ വാപ്പാന്റെ ചുവട്ടിലേക്ക് കവിടിലേക്ക് 12 വയസ്സുകാരന്റെ ആ ഗൗരവമറിയാത്ത പ്രായത്തിലെന്റെ മാമ സയ്യിദ് അലവി തങ്ങൾ കുനിഞ്ഞു ചുംബനം കൊടുക്കന്റെ മോര് എന്നോട് പറയുമ്പോ ഞാൻ എന്റെ വാപ്പാന്റെ കവിളിലേക്ക് എന്റെ ചുണ്ട് ചേർത്ത് വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പ അതിന്റെ ചുവട്ടിലിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പതിഞ്ഞ സ്വരത്തിൽ നാവിൽ നിന്നൊരു കാറ്റുപോകുന്ന സ്വരത്തിൽ എന്റെ വാപ്പാന്റെ നാവിൽ നിന്ന് അല്ലാഹ് എന്ന അവസാനത്തെ വാചകം പറഞ്ഞിട്ട് വാപ്പയെന്തോ പുറത്തേക്ക് തെറിക്കുന്നത് പോലെ തെറിക്കുന്നതെനിക്ക് തോന്നലോ. ഞാൻ ചുംബിക്കലും ഒരുപോലെയാണോ. അല്ലാഹ് എന്ന പദം പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട പിതാവ് സാധാരണക്കാരനായ പിതാവ് യാത്ര പറയുന്നു. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോ, ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്നറിയോ? അതുപോലെ നമുക്ക് കലിമ ചൊല്ലി മരിക്കാൻ കഴിയുന്നു, അതുപോലെ ഈമാനോടെ മരിക്കാൻ കഴിയുന്നു. തൊണ്ടക്കുടിയിൽ ഇങ്ങനെ റൂഹിങ്ങനെ വന്ന് നിൽക്കുമ്പോ ആ തൊണ്ടക്കുടിയിലെ റൂഹിങ്ങനെ അസ്രായീൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് നിൽക്കുമ്പോ കമ്പി ഇങ്ങനെ കെട്ടിയിട്ട് പുറത്തേക്ക് വലിക്കുന്ന ആ സമയത്തിന്റെ ഗൗരവത്തിനെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട പെങ്ങളൊന്ന് ചിന്തിക്കോ. കരയന്റെ പെങ്ങളോ, കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ തടം തള്ളി ആർപ്പിടുകട്ടോ. കരയന്റെ ചെറുപ്പക്കാരാ, ഈ രാത്രിയിലോ അല്ലെങ്കിൽ നാടപ്പകലിലോ തൊട്ടടുത്ത ദിവസത്തിലോ ഏത് സമയത്താണ് ഇങ്ങനെ ഒരു രംഗം അഭിമുഖീകരിക്കേണ്ടി വരിക എന്നറിയില്ല. അസ്രായീല് ആകാശം മുട്ട നിൽക്കുന്ന തലപ്പൊക്കമായിട്ട് കറുത്ത ജാനുബാഹു ശരീരവുമായിട്ട് തീതുപ്പുന്ന കണ്ണുകളും ചെങ്കണ്ണുകളുമായിട്ട് അസ്രായീൽ ചാടിയിട്ട് ആ മരണത്തിന്റെ സമയത്ത് നെഞ്ചിൽ കയറി ചവിട്ടിയെന്ന് വല്ല യുദ്ധത്തിൽ വീണ് കിടക്കുന്ന യോദ്ധാവിന്റെ തൊണ്ടക്കുടിയിൽ പെരുവിരൽ കൊണ്ട്
ചവിട്ടിപ്പിടിച്ചുകൊണ്ട് വെല്ലുവിളി നടത്തുന്നത് പോലെ അസ്രായീൽ എന്റെ നെഞ്ചിൽ കയറി നിൽക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളുടെ നെഞ്ചിൽ കയറി നിൽക്കുമല്ലോ. അങ്ങനെ കയറി നിന്നാലോ സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് ഈ മലക്ക് നമ്മുടെ റൂഹിന്റെ പിടിയങ്ങ് അസ്രായീലിന്റെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കും. അസ്രായീൽ ആ റൂഹങ്ങ് ഊരുകയാണ്. റൂഹിങ്ങനെ ഊരി 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 അതിന്റെ അറ്റത്തേക്ക് എത്തുമ്പോ നേരത്തെ പറഞ്ഞതുപോലെ വാപ്പ നിന്നിട്ട് ക്രിസ്ത്യാനിയായി മരിക്കാൻ പറയുന്നു, ഉമ്മ നിന്നിട്ട് ജൂതനായി മരിക്കാൻ പറയുന്നു, കുടുംബാദികൾ നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു. അസ്രായീൽ ഭരിക്കുമ്പോൾ മരണത്തിന്റെ അതികഠിനമായ വേദന കൊണ്ട് കാല് മരിച്ചിരിക്കുകയാണ്, ശരീരം ഉദരം മരിച്ചിരിക്കുകയാണ്, കൈകാലുകൾ മരിച്ചിരിക്കുകയാണ്. നിന്റെ ശരീരത്തിൽ ഇപ്പോൾ ജീവനുള്ളത് തൊണ്ടക്കുടിയിൽ മാത്രമാണ്. ആ ജീവൻ അസ്രായീലിന്റെ കൈപ്പിടിയിലാണുള്ളത്. അസ്രായീൽ ആ റൂഹങ്ങ് വലിച്ചങ്ങ് ഊരുമ്പോ മദീനയുടെ മണവാളന് മുത്തുനബി മദീനത്തെ സക്കറാത്തിന്റെ ഹാലിൽ കിടന്ന് അസ്രായീലിനോട് ചോദിച്ചു, അസ്രായീലേ സഹിക്കാനാകുന്നില്ല അസ്രായീലേ, നബിയേ ഈ പുഷ്പം പോലത്തെ റൂഹ്, ഹറാമ് വരാത്ത ആത്മാവ്, ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലാത്ത ആത്മാവ്, ഈ ലോകം തന്നെ പിടിപടക്കാൻ കാരണക്കാരനായ അങ്ങയുടെ റൂഹ് എടുക്കുമ്പോ അങ്ങേക്ക് വേദനയോ നബിയേ? പാലിന് വെണ്ണയില് ഇന്ന് വെണ്ണയില് എണ്ണയില് നൂലിട്ട് വലിക്കുന്നത് പോലെ ഞാനിതാ നൂല് നിങ്ങളുടെ റൂഹ് ഓടുന്നത്. ഇല്ല അസ്രായീലേ, എനിക്ക് സഹിക്കാനാകുന്നില്ല അസ്രായീലേ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ അവസ്ഥ എന്താ, നിങ്ങളുടെ അവസ്ഥ എന്താ? കഥകിൽ മുട്ടിയിട്ട് വരട്ടെ അകത്തേക്ക്, സമ്മതമുണ്ടെങ്കിൽ റൂഹ് പിടിച്ചിട്ട് മടങ്ങാൻ പടച്ചുറപ്പിന്റെ ഓർഡറുണ്ട്. അതുകൊണ്ട് റൂഹ് പിടിക്കട്ടെയോ എന്ന് സമ്മതം ചോദിച്ചിട്ട് റൂഹൂരിയ മുത്തുനബിയുടെ റൂഹൂരുമ്പോ ആ മുത്തുനബിക്ക് പോലും മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എത്ര ഹറാമ് കണ്ടവരാ ഉമ്മ, എത്ര തെറ്റുകൾ ചെയ്തവരാ ഉമ്മ, എത്ര മോശത്തരത്തിലേക്ക് പോയവരാ ഉമ്മ, എത്ര ദോഷത്തരങ്ങൾ ചെയ്തവരാ ചെറുപ്പക്കാരാ. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഞാൻ പലിശയായി ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ നിനക്ക് കഴിയോ? ഒരു അന്യ പെണ്ണിനെ കണ്ട് ആസ്വദിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയോ? ഞാൻ നീ എത്ര മുഖം മൂടിയിട്ടാലോ, നീ എത്ര തലപ്പാവ് കെട്ടിയാലോ, ഞാൻ എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലോ, ജീവിതത്തിൽ അല്ലാഹുവിനോട് നിരക്കാത്ത പ്രവർത്തനങ്ങളാ എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല എന്ന് പറയാ എനിക്ക് കഴിയുമോ ഉമ്മ? നിങ്ങൾക്ക് കഴിയുമോ ഉമ്മ? അസ്രായീൽ ഇങ്ങനെ റൂഹൂറുമ്പോ റൂഹ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയാൻ പോകാണ്. ഇനി മക്കളോടൊത്തുള്ള ജീവിതമില്ല, ഭാര്യയോടൊത്തുള്ള ജീവിതമില്ല, ഭർത്താവിനോടൊത്തുള്ള ജീവിതമില്ല. നീ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാൻ നീയില്ല. നീ ധരിച്ച് നീ അലമാരയിൽ വച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ നീയില്ല. ഈ ലോകത്തിനോട് വിട പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ റൂഹൂരുകയാണ്, സഹിക്കാൻ കഴിയാത്ത വേദനയാണ്. ആ സമയത്ത് അസ്രായീലിനോട് ഞാനും നിങ്ങളും പറയുമല്ലോ, ഇനിയൊരു റമദാൻ വരുന്നത് വരെ ഇനിയൊരു നേരം നിസ്കരിക്കട്ടെ, ഞാനൊന്ന് ഒരുങ്ങട്ടെ റമദാനിന് വേണ്ടിയിട്ട്, ഞാനൊന്ന് നോമ്പെടുക്കട്ടെ, ഞാനൊന്ന് ഹറാമിൽ നിന്ന് തൗബ ചെയ്യട്ടെ, എനിക്കൊരു നിമിഷം സമയം തരുമോ? ഒരു നിമിഷം സമയം തരുമോ? അസ്രായീൽ റൂഹൂരിക്കൊണ്ടിരിക്കുകയാണ്. റൂഹൂരിയുടെ അറ്റത്തിലേക്ക് എത്തുമ്പോ നീ നിന്റെ നാവ് ചലിപ്പിച്ചിട്ട് അസ്രായീലിനോട് ചോദിക്കോ. ഞാൻ ചോദിക്കും, ഒരു റമദാൻ, ഒരു നോമ്പ്, ഒരു സക്കാത്ത്, ഒരുപാട് പേരുടെ പൊരുത്തോ, ഒരുപാട് പേരെ ഇടങ്ങേറാക്കിയതിന്റെ പൊരുത്തോ, വഞ്ചിച്ചതിന്റെ പൊരുത്തോ, അല്ലാഹ് ഞാൻ തൗബ ചെയ്യാനുള്ള ഒരു സമയോ നീ എനിക്ക് വിട്ടുതരുമോ അസ്രായീലേ? റഹ്മാൻ